KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നുവെന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാട് മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTC വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പൊ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രമല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. മാത്രമല്ല, അങ്ങനെയല്ലല്ലോ നിങ്ങൾ അഡ്രസ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേരളത്തിലെ യാത്രാ സംവിധാനത്തിന് സൗജന്യ യാത്ര എന്നുള്ളതല്ല. കേരളം അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താതെ പോയത്? കർണാടകയെ കൊണ്ട് പ്രയോഗിച്ച് അതേ സാധനം എടുത്ത് ഇവിടെ ഇടുക, തെലങ്കാനയെ കൊണ്ട് പ്രഖ്യാപിച്ച് അതേ സാധനം എടുത്ത് കേരളത്തിൽ കൊണ്ട് വിൽക്കുക. അതെങ്ങനെ? രണ്ടും രണ്ട് ടെറൈനല്ലേ, രണ്ടും രണ്ട് സമൂഹമല്ലേ? അത് അഡ്രസ് ചെയ്യണ്ടേ? എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഈ സ്ത്രീകൾക്കൊന്നും സൗജന്യമൊന്നും ആ അർത്ഥത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ അവർക്ക് ആവശ്യം അന്തസ്സോടെ തൊഴിലെടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കി 1991 മുതൽ വന്ന സർക്കാരിന്റെ പേര് കോൺഗ്രസ് സർക്കാർ എന്നാണെന്ന് നമുക്കറിയാമല്ലോ.